ഹലോ ഗൈസ്, ഇന്നൊരു വെറൈറ്റി വീഡിയോ. ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാനും ഫ്രണ്ട്സും വന്ദേ ഭാരത് ട്രെയിൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ട്രെയിൻ വരുന്നുണ്ടോയെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പൊട്ട് പോലെ നമ്മൾ വന്ദേ ഭാരത് ട്രെയിൻ വരുന്നുണ്ട്. ഈ സ്റ്റോപ്പിൽ നിർത്താനാണ് ട്രെയിൻ വരുന്നത്. നമ്മളവിടെ നിന്നാണ് കയറുന്നത് കേട്ടോ. ഈ ട്രെയിനിൽ ഇവിടുന്ന് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അപ്പം ഇനി നമ്മൾ ട്രെയിൻ കയറാൻ പോയ കഥകളൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിൽ എറണാകുളത്തോട്ട് പോവാണ്. എറണാകുളത്തോട്ട് വന്ദേ ഭാരതിൽ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു മാസത്തോളം കഴിഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ബുക്കിംഗ് ഒക്കെ കിട്ടി. 21 ആളുകളാണ് നമ്മൾ ഈ വന്ദേ ഭാരതിൽ ബുക്ക് ചെയ്ത് പോയത്. കുറച്ച് ആളുകൾക്ക് വെയിറ്റിംഗ് ലിസ്റ്റാണ് കിട്ടിയത്. ലാസ്റ്റ് പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവരൊക്കെ ലിസ്റ്റ് കയറിട്ട. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വേങ്ങരുന്ന് ട്രാവലറിലാണ് നമ്മൾ തിരുവല്ലൂരോട്ട് പോയത്. തിരുവല്ലൂരോട്ട് പോയി അവിടെ ട്രാവലർ ഇറങ്ങി നമ്മൾ ട്രെയിനിന് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ പല ട്രെയിനുകളും വന്ന് പോകുന്നുണ്ട്. ട്രെയിനൊക്കെ വന്ന് പോകുമ്പോൾ നമ്മളത് വീഡിയോസൊക്കെ എടുത്ത് കുറച്ചൊക്കെ അവിടെയൊക്കെ കുറേ നേരം അവിടെ നിന്നിട്ട് നമ്മളിവിടുന്ന് പിന്നെ തിരൂർക്ക് പോയി. തിരൂർ BP അങ്ങാടി പോയിട്ട് നമ്മളൊരു മസാല ദോശയൊക്കെ കഴിച്ച് അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഇട്ടിട്ടാണ്. വെയിറ്റിങ്ങിന് കുറച്ച് നേരം ഇരുന്ന് വെയിറ്റിങ്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എത്താൻ കാരണമുണ്ട്. നമ്മളെ ട്രാവലർ ഇവിടുന്ന് നേരത്തെ പോയെങ്കിൽ എറണാകുളത്തോട്ട് ട്രാവലർ എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരത്തെ പോയിട്ട് ഞങ്ങൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ചായയും കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് ആളുകളൊക്കെ പരിചയപ്പെട്ട്, കുറച്ച് രണ്ട് കുട്ടികളെ പ്രത്യേകിച്ചും പരിചയപ്പെട്ടിട്ടാണ്. അവരോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇടയിൽ കൂടെയാണ് പിന്നെ ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ വീഡിയോക്ക് പോസ്റ്റ് ചെയ്തൊക്കെ തന്നെ വിവരങ്ങളൊക്കെ പറഞ്ഞ് അവർ പഠിക്കാൻ പോയോടത്തുനിന്ന് വരികയാണ്. 2 കുട്ടികൾ ഒന്നിച്ച് വരികയാണ്. അപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെവിടുന്ന എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വന്നിട്ടാ. അപ്പോഴാണ് നമ്മളെ വന്ദേ ഭാരത് ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. വന്ദേ ഭാരത് ട്രെയിൻ വരുന്ന സൗണ്ട് കേട്ടുകൊണ്ട് നമ്മളവിടെ വന്ന് നിന്ന് ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു പൊട്ട് പോലെ അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ശരിക്കും ഇസ്തിരിപ്പെട്ടി വരുന്ന പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരുമ്പോൾ അത് നിർത്തിയിട്ടില്ല കേട്ടോ, സ്ലോ ആക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ഫസ്റ്റ് ആട്ടോ വന്ദേ ഭാരതിൽ കയറുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം കൂടി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ വന്ദേ ഭാരത് ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ട് കയറാനൊരുങ്ങിയത്. ഇതെൻ്റെ ഫ്രണ്ട് ഷെർമിനയാണ്. ഞങ്ങൾ വന്ദേ ഭാരത് ട്രെയിനിൽ കയറുകയാണെന്ന് പറഞ്ഞതാണ് വണ്ടി വന്ന് നിന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. കുറച്ചതാ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു പോയി. അങ്ങനെ കുറേ അങ്ങോട്ട് കുറച്ചങ്ങനെ ഇങ്ങനെ പോയി അതിൻ്റെ പുറത്തോട്ടുള്ള വൈബും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഉള്ളിൽ ഞങ്ങളിങ്ങനെ സീറ്റ് തിരിഞ്ഞ് കുറേ നടക്കില്ല, കുറച്ചിങ്ങനെ നടന്ന് ഞങ്ങളത് J3 ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ സീറ്റിലവിടെ സീറ്റിൽ പോയിരുന്ന് കുറച്ച് കഴിഞ്ഞപാട് TTR വരുന്നുണ്ട്. TTR വന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾ സീറ്റിൽ പോയി ഇരുന്നിട്ടേ ഉള്ളൂ. വന്ദേ ഭാരതിൻ്റെ ഉൾഭാഗമാണത്. നമുക്ക് ബാഗും സാധനമൊക്കെ വെക്കാനുള്ള കരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് ഷെർമിനയാണെന്ന്. ഞാനും എൻ്റെ ഫ്രണ്ട് ഷെർമിനയാണ് കേട്ടോ. മറ്റുള്ളവരൊക്കെ ഉണ്ട്, അവരാരും ക്യാമറക്ക് പോസ് ചെയ്തില്ല. ഷെർമിന വന്ന് ക്യാമറക്ക് പോസ് ചെയ്തിട്ടുണ്ട്. ഷെർമിന എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. ഒരേ പ്രായക്കാരാണ്, ഒന്നിച്ച് കളിച്ച് വളർന്നതാണ്, അയൽവാസിയാണ്, ഒരേ ക്ലാസ് പഠിച്ചതുമാണ്. അങ്ങനെ ഞങ്ങളടുത്ത് TTR വന്നിട്ടുണ്ട്. TTR പേരൊക്കെ ചോദിക്കുന്നുണ്ട്. TTR ഞങ്ങളെല്ലാവരും ഉണ്ടാന്നാണ് നോക്കണത്. ഓരോരുത്തരെയും പേര് പറഞ്ഞ് കിട്ടിയപ്പോൾ TTR അവിടുന്ന് പോയിട്ടാ എല്ലാവരെയും കറക്റ്റായി പേരൊക്കെ റെഡി ആയപ്പോൾ അവിടുന്ന് പോയി എല്ലാവരും കറക്റ്റ് സീറ്റിലാണ് ഇരിക്കണമെന്നൊക്കെയാണ് നോക്കി പോണത്. അങ്ങനെ ഞങ്ങൾ വന്ദേ ഭാരതിൽ പോകുമ്പോൾ ഇഷ്ടം പോലെ നല്ലൊരു വൈബാട്ടോ പുറത്തോട്ട് നോക്കിയിട്ട് കാണാൻ. ഞാനും പ്രേമയായിരുന്നു ഒരേ സീറ്റിലിരുന്നിരുന്നത്. അടുത്തടുത്ത് ഒപ്പം ഒരേ സീറ്റിൽ വിൻഡോ സീറ്റിൽ പ്രേമയായിരുന്നു, ഞാനിപ്പുറത്തിരുന്ന്. അപ്പം
വൈബും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ക്യാമറയിൽ പകർത്തിട്ടാ. ഇതാണ് എൻ്റെ ഫ്രണ്ട് പ്രേമ. ഞാനും പ്രേമ ഒരേ സീറ്റിലായിരുന്നു ഇരുന്നത്. അപ്പോൾ സൈഡ് വ്യൂസൊക്കെ ഇങ്ങനെ കണ്ട് കുറേ അങ്ങോട്ട് ഞങ്ങൾ പോയി. അതാ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ആണ് ഈ വ്യൂസൊക്കെ കാണുന്നത്. നല്ല നല്ല വ്യൂസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഞാൻ വ്യൂസൊക്കെ കുറച്ച് കട്ടായി പോയി. ഞാൻ ലൈവ് ഇട്ടിരുന്നു. അപ്പോൾ ലൈവ് ഇട്ടപ്പോൾ ആ വ്യൂസൊന്നും എടുത്തിട്ടില്ല. ലൈവ് ഇടാത്ത സമയത്തുള്ള വ്യൂസാണ് ഞങ്ങൾ കുറേ എടുത്തത്. കുറച്ച് നേരം ലൈവ് ഇട്ട് അപ്പോൾ പിന്നെ അപ്പോഴത്തെ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, അത് ലൈവിലുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 അവറാണ് കേട്ടോ എറണാകുളത്ത് എത്താൻ. കണ്ട ആകാശവും ആ പച്ചപ്പും എല്ലാം കൂടി കാണാൻ എന്തൊരു വൈബാല്ലേ. ഇതൊരു അടിപൊളി വൈബാട്ടാ. അവിടെ കുറച്ച് പാടുണ്ട്, പാടം, പുഴ, പിന്നെ കാർമേഘങ്ങളും ആകാശവും മൊത്തം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു വൈബായിരുന്നു. ഇന്നത്തെ പോലെ മഴയൊന്നുമില്ല കേട്ടോ, നല്ല തെളിഞ്ഞ കാലാവസ്ഥേന്. വലിയ ചൂട് അങ്ങോട്ട് കുറഞ്ഞെങ്ങാണ്ട് ചെറുതായിട്ട് ചെറിയൊരു മഴപാറ്റിലൊക്കെ ഉണ്ടായെങ്ങാണ്ട് ചെറുതായിട്ടൊരു ചെറിയ ചൂടേ ഉള്ളൂ, അതിൽ ഓവർ ചൂടൊന്നുമില്ല. പിന്നെ വന്ദേ ഭാരതിൽ നമുക്ക് ഫുൾ AC ആട്ടാ. അങ്ങനെ ഞാൻ പുറത്തെ വൈബൊക്കെ കാണിച്ചു തരുന്നിടയിൽ കൂടെ ഇവിടെ ചായ കോഫി പറഞ്ഞിട്ട് ചായയും കോഫി ഏതാ വേണ്ടിച്ച് ചോദിച്ചിട്ട് നമ്മളിവിടെ കോഫിയാണ് വാങ്ങിച്ചത്. കോഫിക്ക് തിളച്ച വെള്ളവും തരും, അതിനുള്ള പൗഡർ, കോഫി പൗഡറും പഞ്ചസാരയും ഒരു സ്റ്റിക്കും തരും. അങ്ങനെ നമ്മളെ പൊടി അതിലോട്ടിട്ട് കണ്ട് ഇളക്കിയിട്ട് കുടിക്കട്ടെ. നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കണേ, ചുടുവെള്ളമാണ് തരുന്നത്. പിന്നെ ഇതിനിടയിൽ കേട്ടിരുന്ന ട്രെയിനിലെ ഭക്ഷണമൊന്നും കൊള്ളൂല എന്നൊക്കെ. നമ്മൾക്ക് അങ്ങനെയൊന്നും ഭക്ഷണത്തിനൊന്നും നിന്നിട്ടില്ല. സ്നാക്സും ജസ്റ്റ് ഒരു ചായയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ ചായക്ക് തിളച്ച വെള്ളം കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഇളക്കണം, അതിനൊന്നും വിഷയമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചായ എല്ലാവരും ചായ തയ്യാറാക്കി കുടിക്കണം. അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റ്, അതിന് കഴിക്കാനൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് ഉണ്ട്. ഇവരൊക്കെ ചായ മേക്ക് ചെയ്യുന്ന തിരക്കിലാട്ടാ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ വ്യക്തമായിട്ട് പേരൊന്നും ഞാൻ വേറെ പറയണില്ല, ഒക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പോകുന്നത്. എങ്ങനെ ഞങ്ങൾ 2 അവർ വന്ദേ ഭാരത് യാത്ര എങ്ങനെ കഴിഞ്ഞു എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഏകദേശം നമ്മൾ ഇറങ്ങാറായി തുടങ്ങിയിട്ടുണ്ട്. വണ്ടി സ്ലോ ആക്കാറായപ്പോൾ ഷൊർണൂർ ഒരു വലിയ സ്റ്റോപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ സ്റ്റോപ്പ് എറണാകുളത്താണ് നിൽക്കുന്ന സ്റ്റോപ്പ്. അപ്പം ഞാൻ ആ ഫ്രണ്ടേജിക്കൊന്നും പോയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് അവിടെ തന്നെ ഇരുന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രണ്ടേജിക്ക് അങ്ങോട്ട് നിന്ന് പിന്നെ ഇതാ ഞങ്ങൾ വണ്ടി ഇറങ്ങി, ട്രെയിൻ ഇറങ്ങിയിട്ടോ. 2 അവർ യാത്ര എങ്ങനെ കഴിഞ്ഞു എന്നറിയില്ല. പെട്ടെന്ന് ഇതാ റിമോട്ടിനകത്ത് തീർന്ന്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ, എറണാകുളം സ്റ്റേഷനിൽ അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങിയ പാടെ ട്രാവലർ എത്തിയിട്ട് അപ്പോൾ റെസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്തു. ഞങ്ങളെല്ലാവരും റെസ്റ്റ് റൂമിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് കുറച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞാരെയാണ് പിന്നെ നമ്മളെ ട്രാവലർ വന്നത്. ട്രാവലർ വരുന്നവരെ നമ്മൾ ആ റെസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്തിട്ടാണ്. ആ റെസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്ത് നമ്മളവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖം. അപ്പം ബാത്റൂമിൽ പോയി ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് അതിനൊക്കെയുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രാവലർ വന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ട്രാവലറിൻ്റെ അടുത്തോട്ട് ആ റെയിൽ പാളം മുറിച്ചിരുന്ന് പോവുകയാണ്. അങ്ങോട്ട് ട്രാവലർ നിൽക്കുന്ന ഏരിയയിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ട്രാവലറിൽ കയറി. ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് തൊട്ട് അവിടം വരെ ഷെർമിന നല്ല പാട്ടായിരുന്നു. ഷെർമിനൻ്റെ പാട്ടാണ് കേട്ടോ ഈ കേൾക്കുന്നത്. അവൾ നല്ലോണം പാടുവേ. അപ്പം ഞങ്ങൾ ആ പാട്ട് ആസ്വദിച്ചുകൊണ്ടാണ് പോണത്. അടിപൊളി പാട്ടായിരുന്നു. ആ പാട്ട് കേട്ട് ഞങ്ങൾ യാത്രയുടെ ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞില്ല. നല്ല ത്രില്ലായിരുന്നു. ഇങ്ങനെ നമ്മുടെ വന്ദേ ഭാരത് യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ. നെക്സ്റ്റ് ഞാൻ ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കപ്പൽ യാത്രയുടെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അത് നമ്മൾ ലൈവ് ഇട്ടിട്ടുള്ളായിരുന്നു. ഇനി നമുക്ക് കപ്പൽ യാത്രയുടെ വീഡിയോ ആണ് നെക്സ്റ്റ് വീഡിയോ ഇടാൻ ഉദ്ദേശിക്കണേ. ഇൻഷാ അള്ളാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. എൻ്റെ വീഡിയോക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ. താങ്ക് യു. സീ യു. ബൈ. നല്ല ലോങ്ങാല്ലേ. ഫസ്റ്റ് പോയത് രണ്ടാമത് പോയത് ചെറുതാണ്.